കരമെത്തി പറയാം ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. ഇരു കരങ്ങളും വരുത്തി പറയാം ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ 81-ാം സങ്കീർത്തനത്തിന്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടുകൂടെ ആർപ്പിടുവിൻ. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. നല്ല ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ദൈവം വീണ്ടും നമുക്ക് ഒരു വേള ഒരുക്കി തന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 37:4 നമ്മൾ ഇപ്രകാരം പഠിക്കും: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം നമ്മുടെ ഇടതും വലതും ഇരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞുകൊണ്ട് ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരാം. അടുത്തിരിക്കുന്ന ആളോട്, ഇടതും വലതും ഇരിക്കുന്ന ആൾക്കാരോട് പറയാം: കർത്താവിൽ ആനന്ദിക്കുക. പറയുക, പരസ്പരം പറയുക: കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ജീവനോടെ പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം മറന്ന് കർത്താവിൽ ആനന്ദിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവ മഹത്വത്താൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവിക സൗഖ്യത്താൽ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ ദേശവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അത്ഭുത നിമിഷത്തിലേക്ക് നാം കടന്നു വരിക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. കരങ്ങൾ വീശി അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനം പറയുന്നു 150-ാം സങ്കീർത്തനം അതിന്റെ 1-ാം തിരുവചനത്തിൽ പ്രകാരം നമ്മൾ പഠിക്കും: കർത്താവിനെ സ്തുതിക്കുവിൻ. 4-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എപ്രകാരം നാം കർത്താവിനെ സ്തുതിക്കണം? അവിടുത്തെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. 150-ാം സങ്കീർത്തനത്തിന്റെ 5-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ വചനം പറയുകയാണ്: കരങ്ങൾ കൊട്ടി നൃത്തമാടി ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൃത്തമാടി കരങ്ങൾ കൊട്ടി ദൈവത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ടവര്, കരങ്ങൾ തന്നവനെ, കരങ്ങൾ കൊട്ടി കാലുകൾ തന്നവനെ, കാലുകൾ സമർപ്പിച്ച് മഹത്വം കൊടുത്ത് സ്വരം നൽകിയവനെ സ്വരം ഉപയോഗിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവശക്തി, ദൈവത്തിന്റെ കൃപ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രതിസന്ധികളിലേക്കും കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം ഇടവരുത്തുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊക്കെ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 12:6 അവിടെ പ്രകാരം നമ്മൾ പഠിക്കും: സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ നമ്മുടെ ഇടയിലുണ്ട്. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും, കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സ്തുതികളിൽ സംപ്രീതനായവൻ, ആരാധനകൾക്ക് യോഗ്യനായവൻ ഈ രാത്രിയിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ ഏറ്റെടുക്കുന്ന അത്ഭുത അഭിഷേകത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരികയാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഈ ദൈവത്തെ ആരാധിക്കാൻ വയ്യാത്ത വിധത്തിൽ ചില പ്രതിസന്ധികള്, ചില നൊമ്പരങ്ങള്, ചില പരാജയങ്ങള് നമ്മുടെ ജീവിതത്തിൽ എഴുന്നിട്ട് നിൽക്കുന്നുണ്ടോ? മടിക്കരുത്. ആ അവസ്ഥകളിൽ നീ നിന്റെ കുടുംബത്തില്, നിന്റെ സമൂഹത്തില് ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്
ഈ ദൈവത്തെ ആരാധിക്കുവാൻ ചേരുക. പ്രിയപ്പെട്ട, നിശ്ചയമാണ്. ദൈവവചനം പറയുന്നു, ലേവ്യരുടെ പുസ്തകത്തിന്റെ 26:11 കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും. ദൈവം നമ്മുടെ ഇടയിലൂടെ ഈ ആരാധനയിൽ, ഈ സ്തുതിപ്പിനിടയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. നീ കിടക്കുന്ന രോഗ അവസ്ഥകളിലേക്ക്, നിന്റെ നൊമ്പരങ്ങളിലേക്ക്, നിന്റെ തകർന്ന കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം ഇതാ നടക്കാൻ പോകുന്നു. സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഇത് അത്ഭുത വിടുതലിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്. കയറങ്ങൾ തന്നവനെ കരങ്ങൾ അടിച്ച്, കാലുകൾ തന്നവന് കാലുകൾ മാറ്റി ചവിട്ടി നൃത്തം വെച്ച് എല്ലാം മറന്ന് കർത്താവിൽ ആനന്ദിക്കണം, ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനം 4-ാം തിരുവചനം പറയുന്നു, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അടുത്തിരിക്കുന്ന വ്യക്തികളിലേക്കല്ല, ദൈവം എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ജെറൂസലേം ദേവാലയത്തിൽ നിറഞ്ഞ ദൈവ മഹത്വം ഈ ആരാധനയിൽ നിറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും. പ്രിയപ്പെട്ടവരെ, കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി, കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് സന്തോഷത്തോടെ അഭിഷേകത്തോടെ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ശക്തി, സൗഖ്യമായി വിടുതലായി നമ്മളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുക. നമുക്ക് ചേർന്ന് ആരാധിക്കാനായിട്ട് പരിശ്രമിക്കാം. താളമേളത്തോടെ പഠിച്ച ആരാധനയുടെ വരികൾ ചേർന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതി കരയറ്റാൻ പോവുക. ചേർന്ന് ആരാധിക്കാം. കരങ്ങളടിച്ച്
ശക്തിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് വീണ്ടും ആരാധിക്കുന്നു. കരങ്ങളെ കോർത്ത് പിടിച്ച്, കരങ്ങളെ കോർത്ത് പിടിച്ച്, കരങ്ങളെ കോർത്ത് പിടിച്ച്. ഹല്ലേലൂയ. ഇനി ചേർന്ന് പാടി. ലാ 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 ലാ. 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 ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. അഭിഷേകം കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ചാടി ചാടി അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ലാ 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 ലാ. ദൈവശക്തി നമ്മളിൽ നിറയുന്നു. ദൈവകൃപ ഇതാ നിറയുന്നു. ദൈവിക വിടുതൽ നിറയുന്നു. കർത്താവിനെ ആരാധിക്കുക. ഹല, ഹല, ഹല. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. ഓ, സ്തോത്രം പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുകയാണ്, വായിക്കുകയാണ്. ഉസിയാ രാജാവ് മരിച്ച വർഷം യെശയ്യാവിന്റെ മുമ്പിലേക്ക് ഒരു ദൈവം ഒരു ദർശനവുമായി കടന്നു വന്നു. ഉന്നതമായ സിംഹാസനത്തിൽ ഇതാ സ്വർഗത്തിലെ ദൈവം ഇരിക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അനവരതം വാഴ്ത്തുന്ന സറാബ് വൃന്ദങ്ങളെ യെശയ്യാവ് കാണുകയാണ്. ഇതാ ലോകമെമ്പാടും അനവരതം സ്തുതികൾ ഉയരുന്ന നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധിയെ വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ കാണുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അവൻ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായവൻ ഉപവിഷ്ടനായി. 1000 പേർ അവനെ സേവിച്ചു. 10,000 അവന്റെ മുമ്പിൽ വീണു. പ്രിയപ്പെട്ടവരെ, പരമപരിശുദ്ധനെ ആരാധിക്കുന്ന മാലാഖമാരോടും സറാഫുകളും മോശവാസികളോടും ചേർന്ന് നമ്മുടെ പാവപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയെ വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. വീണ്ടും വാഴ്ത്തി മഹത്വപ്പെടുത്തുകയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് സ്നേഹത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധിയെ ചേർന്ന് ആരാധിക്കുക. ദൈവ സാന്നിധ്യം ഇതാ നിന്നെ നിറയുന്നു. ദൈവകൃപ ഇതാ നിറയുന്നു. ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. കണ്ണുകൾ അടച്ച് ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ, ആയിരിക്കുന്ന കുടുംബത്തില്, ആയിരിക്കുന്ന സാഹചര്യങ്ങളില് ഇതാ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. ദൈവശക്തി ഇതാ നിറയുന്നു.
പരിശുദ്ധന്റെ സാന്നിധ്യം നിന്റെ രോഗക്കിടക്കയിലേക്ക്, നിന്റെ കണ്ണുനീരിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക് ഇതാ സ്വർഗ്ഗത്തിലെ സാന്നിധ്യം കടന്നു വരുന്നു. ചേർന്ന് നിൽക്കാമോ? ചേർന്ന് നിൽക്കാമോ? മാറിപ്പോവരുത്, പതറിപ്പോവരുത്. ദൈവ വൈതലേ, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ നിമിഷം അവിടുത്തെ പരിശുദ്ധിയെ വാഴ്ത്തുക, ചേർന്ന് നിൽക്കുക. ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനാം മിശിഹാ. Show me
കുടുംബത്തിൽ നിറയുന്നു. നിന്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ സ്തോത്രം പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എല്ലാം മറന്ന് ആരാധിക്കട്ടെ, ശക്തിയോടെ ആരാധിക്കട്ടെ. ദൈവശക്തി നിറയുന്നു, ദൈവ സാന്നിധ്യം നിറയുന്നു, ദൈവ കൃപയാൽ നമ്മൾ നിറയപ്പെടുന്നു. യേശുവേ, 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 ആരാധന. ഓ സ്തോത്രം പിതാവേ, ആരാധന. ശാന്തമായി നമുക്കിരിക്കാം. നമ്മൾ നിറയുന്ന ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് ശാന്തമായിരുന്നുകൊണ്ട് ഹൃദയത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം.